എല്ലാവർക്കും ആത്മനമസ്കാരം. ദേവീ മാഹാത്മ്യം പഠനം തുടരുകയാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ദേവീ മാഹാത്മ്യം പ്രഥമചരിതം അധ്യായം 1. കഴിഞ്ഞ സത്സംഗത്തിലെ നമ്മൾ അധ്യായം 1 1, 2 ശ്ലോകങ്ങൾ അർത്ഥസഹിതം മനസ്സിലാക്കി. ഇനി നമ്മൾ 3-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ് ഇന്ന്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് സാവർണി എന്ന ആ സൂര്യപുത്രനായ സാവർണി എങ്ങനെയാണ് സാവർണി 8-ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായിട്ടുള്ള മനുവാണ്. അദ്ദേഹം എങ്ങനെയാണ് സാവർണിയായി ജനിച്ചത്, മനുവായി ജനിച്ചത് എന്നാണ് നമ്മൾ ഇനി ആ കഥയാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത് കേട്ടോ. ശ്ലോകം 3. സ്വാരോജിഷേ അന്തരേ പൂർവം ചൈത്രവംശ സമുദ്ഭവഃ സുരഥോ നാമ രാജാ അഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ. അതായത് സ്വാരോജിഷേ അന്തരേ, അഗ്നിപുത്രനായ സ്വാരോജിഷൻ, അന്തരേ എന്ന് വെച്ചാൽ മന്വന്തരം കേട്ടോ. ആ മനുവായിരിക്കുന്ന ആ മന്വന്തരത്തിൽ, പൂർവം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത്, ഇപ്പൊ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ മാർക്കണ്ഡേയ മഹർഷി ശിഷ്യർക്ക്. അപ്പൊ പറയാണ് പൂർവം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് സ്വാരോജിഷേ അന്തരേ, അഗ്നിപുത്രനായ സ്വാരോജിഷൻ മനുവായിരിക്കുന്ന ആ മന്വന്തരത്തിൽ എന്ന് വെച്ചാൽ 2-ാമത്തെ മന്വന്തരമാണ് അത് കേട്ടോ. ഏറ്റവും ആദ്യം സ്വയംഭുവ മനുവിന്റെ മന്വന്തരം, 2-ാമത്തെ മന്വന്തരമാണ് സ്വാരോജിഷ മന്വന്തരം. അപ്പൊ അഗ്നിപുത്രനായ സ്വാരോജിഷൻ മനുവായിരിക്കുന്ന ആ 2-ാമത്തെ മന്വന്തരത്തിന്റെ കാലത്ത് ചൈത്രവംശ സമുദ്ഭവ, ചൈത്രവംശത്തിൽ പിറന്ന സുരഥൻ നാമ എന്നു പേരുള്ള രാജാവ് സമസ്തേ ക്ഷിതിമണ്ഡലേ, അതായത് ഈ ഭൂമണ്ഡലത്തിന് മുഴുവനും അധിപനായിട്ട് അഭൂത് ആയി തീർന്നു എന്ന്. അപ്പോ 8-ാമത്തെ മന്വന്തരത്തിന്റെ സാവർണിയായി ജനിക്കാൻ കാരണം 2-ാമത്തെ മന്വന്തരത്തിൽ ആണ് നടന്നിരിക്കുന്നത് എന്ന് ആ കഥ. 2-ാമത്തെ മന്വന്തരമായ സാരോജിഷ മന്വന്തരത്തിലെ രാജാവാണ്, അതായത് സുരഥൻ എന്നു പേരുള്ള രാജാവാണ് 8-ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായ സൂര്യപുത്രനായ സാവർണിയായി ജനിച്ചത് എന്ന്. അപ്പോൾ ആ ഒരു കാരണം നമ്മൾ ശരിക്കും അവിടെ മനസ്സിലാക്കണം കേട്ടോ. 8-ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായി ജനിക്കാനുള്ള കാരണം 2-ാമത്തെ മന്വന്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അങ്ങനെ ചൈത്രവംശത്തിൽ പിറന്ന സുരഥൻ എന്നു പേരുള്ള രാജാവ് ഈ അതായത് ഭൂമി മുഴുവനും ഭരിക്കുന്ന രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 4. തസ്യ പാലയതഃ സമ്യക് പ്രജാഃ പുത്രാൻ ഇവ ഔരസാൻ ബഭൂവുഃ ശത്രവഃ ഭൂപാ കോലാ വിധ്വംസിനഃ തഥാ. അതായത് തസ്യ, ആ സുരഥ മഹാരാജാവട്ടെ, തന്റെ പ്രജകളെ സമ്യക് വളരെ ഭംഗിയായിട്ട്, പുത്രാൻ ഇവ ഔരസാൻ, അതായത് സ്വന്തം ഭാര്യയിൽ തനിക്ക് ജനിച്ച പുത്രന്മാരെ പോലെ പാലയതഃ പരിപാലിച്ചു പോന്നിരുന്നു എന്ന. പ്രജകളെ സ്വന്തം പുത്രന്മാരെ പോലെയാണ് സുരഥ മഹാരാജാവ് പരിപാലിച്ചു പോന്നിരുന്നത്. തഥാ, ആ സമയത്ത് ഭൂപാ കോലാ വിധ്വംസിനഃ, കോല എന്ന പന്നികള്, വിധ്വംസിന എന്ന് വെച്ചാൽ നശിപ്പിക്കാത്തത്, പന്നികളെ നശിപ്പിക്കാത്തത് ഭൂപ, അങ്ങനെയുള്ളവരുടെ എന്ന് പറയുന്നത് യവനന്മാരെയാണ്. ആ യവനന്മാരുടെ രാജാക്കന്മാർ ഈ രാജാവിനെ, സുരഥ മഹാരാജാവിനെ ശത്രുക്കളായി ഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഭരണാധികാരി മാത്രമായിരുന്നില്ല, പ്രജകളെ സ്വന്തം പുത്രന്മാരെ പോലെ പരിപാലിച്ചിരുന്ന ഒരു രാജാവാണ് സുരഥ മഹാരാജാവ്. അങ്ങനെ ഇരിക്കെ യവനന്മാർ, തന്റെ രാജ്യത്ത് തന്നെയുള്ള യവനന്മാർ, അവരുടെ രാജാക്കന്മാരടക്കം ഈ സുരഥ മഹാരാജാവും തമ്മിൽ ഒരു ശത്രുത വന്നു. ഇവർ 2 കൂട്ടർക്കും ഇടയിൽ ഒരു ശത്രുത, രാജാവിന്റെ ശത്രുക്കളായി ഭവിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 5.
തസ്യ തൈഹി അഭവത് യുദ്ധം അതിപ്രബലദണ്ഡിനഃ ന്യൂനൈഹി അഭി സഹ തൈഹി യുദ്ധേ കോലാവിധ്വംസിഭിഹി ജിതഃ. അതായത് തസ്യ ആ സുരഥ മഹാരാജാവ് അതിപ്രബല ദണ്ഡിനഃ വളരെ വലിയ സൈനിക ശക്തിയുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹം തൈഹി ആ യവനന്മാരുമായിട്ട് അഭവത് യുദ്ധം ഒരു യുദ്ധം കലശലായ ഒരു യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ആ ശത്രുത നിമിത്തം ഈ യവനന്മാരും വളരെ വലിയ സൈനിക ശക്തിയുള്ള സുരഥ മഹാരാജാവും തമ്മിൽ കലശലായ ഒരു യുദ്ധമുണ്ടായി. ഇനി യുദ്ധേ ആ യുദ്ധത്തിൽ സഹ ഈ യവനന്മാർക്ക് ന്യൂനൈഹി അഭി സൈനിക ശക്തി വളരെ കുറവായിരുന്നു. എങ്കിൽ പോലും അഭി എന്ന് വെച്ചാൽ എങ്കിൽ പോലും തൈഹി ആ രാജാവ് കോലാവിധ്വംസിഭിഹി ഈ കോലാവിധ്വംസിഭി എന്ന് വെച്ചാൽ ഈ യവനന്മാരാൽ ജിതഹ പരാജയപ്പെട്ടു എന്ന്. അതായത് യവനന്മാർ യുദ്ധത്തിൽ ജയിച്ചു എന്നാണ് പറയുന്നത്. സുരഥ മഹാരാജാവിന് യവനന്മാരെക്കാൾ വളരെ ശക്തമായ സൈനിക ശക്തി ഉണ്ട്. യവനന്മാർക്ക് സൈനിക ശക്തി വളരെ കുറവായിരുന്നു. പക്ഷേ എന്തോ ഒരു കഷ്ടകാലം അവർ തമ്മിലുള്ള ആ യുദ്ധത്തിൽ യവനന്മാർ ജയിച്ചു. രാജാവ് അവരാൽ പരാജയപ്പെടുകയും ചെയ്തു. ശ്ലോകം 6. തതഃ സ്വപുരം ആയാതഃ നിജദേശ അധിപഃ അഭവത് ആക്രാന്തഃ സഹ മഹാഭാഗഃ തൈഹി തഥാ പ്രബല അരിഭിഹി. അതായത് തൈഹി പ്രബല അരിഭിഹി പ്രബലരായ ആ ശത്രുക്കളാൽ അതായത് യവനന്മാരാൽ ആക്രാന്തഃ ആക്രമിക്കപ്പെട്ട സഹ മഹാഭാഗഃ ആ മഹാഭാഗനായ സുരഥ രാജാവ്. മഹാഭാഗൻ എന്ന് വിളിച്ചാൽ മഹാഭാഗ്യവാനായ സുരഥ രാജാവ് എന്ന്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തോന്നും യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് രാജാവിനെ മഹാഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് എന്ന്. ഭൗതികമായി ഈ ലോകത്ത് ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും ആ പ്രതിസന്ധിയാണ് കാരണമായത് 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായ മനുവായിട്ട് സാവർണി മനുവായി ജനിക്കാൻ അദ്ദേഹത്തിനെ വഴിയൊരുക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തിലേറ്റ പരാജയം സംഭവിച്ചിട്ടും സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് മഹാഭാഗ്യവാൻ, അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയെ പ്രാപിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു കാരണം അദ്ദേഹത്തിന് കിട്ടിയില്ലേ. അതിൽ നിന്നുമാണ് അദ്ദേഹം മാറിയത്. ആ ഒരു പ്രതിസന്ധി ആ ഒരു ദുഃഖത്തിൽ നിന്നുമാണ് അദ്ദേഹം ഒരു പാഠം പഠിച്ചത്, ഒരു വലിയ അറിവ് നേടിയതും. അതാണ് അദ്ദേഹത്തിനെ യോഗ്യനാക്കി തീർത്തതും. അതുകൊണ്ടാണ് ഇവിടെ മഹാഭാഗഃ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രബലരായ ആ യവന ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് പരാജയപ്പെട്ട ആ മഹാഭാഗ്യവാനായ സുരഥ മഹാരാജാവ് തതഃ അതിനുശേഷം സ്വപുരം ആയാതഃ സ്വന്തം നഗരത്തിലേക്ക് ആ രാജധാനി ഇരിക്കുന്ന സ്വന്തം നഗരത്തിലേക്ക് ആയാതഃ തിരിച്ചെത്തിയിട്ട് നിജദേശ ആ സ്വന്തം ദേശത്തിന്റെ മാത്രം അധിപഃ അഭവത് അധിപനായിട്ട് രാജാവായിട്ട് ഇരുന്നു എന്നാണ് പറയുന്നത്. അതായത് സമസ്ത ക്ഷിതിമണ്ഡലവും ആണിരുന്ന ചക്രവർത്തിക്ക് ഈ ഒരു യുദ്ധത്തിലേറ്റ ചെറിയൊരു സൈന്യവുമായി യുദ്ധം ചെയ്തിട്ട് പോലും ഉണ്ടായ പരാജയം അദ്ദേഹത്തിന് വളരെയധികം ഒരു നാണക്കേടായി. ആ അപമാനഭാരം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഇനി ഈ ഭൂമിയെ ഭരിക്കാനുള്ള കഴിവ് തനിക്കില്ല എന്ന് തോന്നിയിട്ട് ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ആ ഒരു നാണക്കേടോടുകൂടി ആ രാജധാനി ഇരിക്കുന്ന ആ ദേശത്തിന്റെ മാത്രം രാജാവായിട്ട് അദ്ദേഹം പിന്നീട് അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 7. അമാത്യൈ ബലിഭിർ ദുഷ്ടൈർ ദുർബലസ്യ ദുരാത്മഭിഹി കോശഃ ബലം ച അപഹൃതം തത്ര അഭി സ്വപുരേ സതഃ. അതായത് അമാത്യൈഹി എന്ന് വെച്ചാൽ മന്ത്രിമാർ, ബലിഭിഹി എന്ന് വെച്ചാൽ നല്ല ബലവാന്മാരും,
ദുഷ്ടന്മാരും ദുരാത്മഭി ദുരാഗ്രഹികളുമായ അമാത്യൈഹി ആ രാജ്യത്തിലെ മന്ത്രിമാർ. തത്ര അഭി എന്ന് വെച്ചാൽ അവിടെ, സ്വപുരേ സദാ രാജാവ് സുരഥ മഹാരാജാവ് ആ രാജധാനി ഇരിക്കുന്ന ആ ദേശത്തിന്റെ മാത്രം രാജാവായിട്ടാണ് വാണിരുന്നത്. അപ്പോൾ ആ രാജ്യത്തിൽ ആ ദേശത്തു പോലും അവിടെയുള്ള അതീവ ബലവാന്മാരും ദുഷ്ടന്മാരും ദുരാഗ്രഹികളുമായ അതുവരെ രാജാവിന്റെ മുന്നിൽ താഴ്ന്ന് നല്ലവരായിട്ട് അഭിനയിച്ചു നിന്നിരുന്ന അമാത്യൈഹി മന്ത്രിമാർ, അവർ യഥാർത്ഥത്തിൽ നല്ല ബലമുള്ളവരും ദുഷ്ടന്മാരും ദുരാഗ്രഹികളുമായിരുന്നു. ആ മന്ത്രിമാർ ദുർബലസ്യ ഇപ്പോൾ ദുർബലനായിരിക്കുന്ന ആ സുരഥ രാജാവിന്റെ കോശഹ എന്ന് വെച്ചാൽ ഖജനാവും ബലം ച എന്ന് വെച്ചാൽ സൈനിക ബലത്തെയും അപഹൃതം അവരപഹരിച്ച് അവരുടെ വശത്താക്കി കളഞ്ഞു എന്ന്. അപ്പൊ രാജാവ് ആകെ അപമാനഭാരത്താൽ മനസ്സൊക്കെ തകർന്ന് വളരെ വിഷാദത്തോടു കൂടിയിട്ട് ദുർബലനായിട്ടാണ് ഇപ്പൊ സ്വന്തം ദേശത്തിന്റെ മാത്രം രാജാവായിട്ടിരിക്കുന്നത്. ഇത് മുതലെടുത്തിട്ട് അതുവരെ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാർ അവർ ദുരാഗ്രഹികളും ദുഷ്ടന്മാരുമായിരുന്നു. അവരെന്തു ചെയ്തു? സുരഥ രാജാവിന്റെ സൈന്യത്തെയും ഖജനാവിനെയും അവരുടെ കൈകളാക്കി മാറ്റി, അവരുടെ വശത്തേക്കാക്കി അപഹരിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് രാജാവിന് ഒന്നുമില്ലാത്തൊരവസ്ഥ അവിടെ വന്നു ചേർന്നു എന്ന്. ശ്ലോകം 8. തതഃ മൃഗയാ വ്യാജേന ഹൃദസ്വാമ്യഃ സ ഭൂപതിഃ ഏകാകീ ഹയം ആരുഹ്യ ജഗാമ ഗഹനം വനം. തതഃ അങ്ങനെ സഹഭൂപതി ആ സുരഥ മഹാരാജാവ് ഹൃദസ്വാമ്യ എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടവനായ സഹഭൂപതി ആ സുരഥ മഹാരാജാവ്, അതായത് രാജ്യം നഷ്ടപ്പെട്ടു, മന്ത്രിമാരെ നഷ്ടപ്പെട്ടു, ഖജനാവും സൈനിക ശക്തിയും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ സ്വന്തം കുടുംബം വരെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന അവസ്ഥ വരെ വന്നു. അങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റയ്ക്കായി എന്ന് തോന്നിയ അദ്ദേഹം മൃഗയാ വ്യാജേന, അതായത് ഒരു നായാട്ടിനെ എന്ന് കാണുന്നവർക്ക് ഒരു നായാട്ടിന് പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്ന വ്യാജേന ഏകാകി ഒറ്റയ്ക്ക് ഹയം ആരൂഹ്യ ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് ജഗാമ ഗഹനം വനം അതിഗഹനമായ ഗൂഢമായ ഒരു വനത്തിലേക്ക് കാട്ടിലേക്ക് ജഗാമ ഒറ്റയ്ക്ക് പോയി എന്നാണ് പറയുന്നത്. എല്ലാവരാലും കുടുംബത്താലും ജനങ്ങളാലും സൈനിക ശക്തിയും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നിയ നിമിഷം ഇതിനോടൊക്കെയുള്ള ഒരു വിരക്തി വന്നിട്ട് അദ്ദേഹം അങ്ങനെ രാജ്യം ഉപേക്ഷിച്ച് പോകുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം ഒരു നായാട്ടിന് പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു നായാട്ടിന് എന്ന വ്യാജേന അദ്ദേഹം ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറിയിട്ട് അതിഗഹനമായ ഒരു കാട്ടിലേക്ക് അങ്ങനെ പോയി എന്നാണ് പറയുന്നത്. ശ്ലോകം 9. സഹ തത്ര ആശ്രമം അദ്രാക്ഷീത് ദ്വിജവര്യ സുമേധസ പ്രശാന്ത ശ്വാപദ ആകീർണം മുനിശിഷ്യ ഉപശോഭിതം. സഹ ആ സുമേധസ് രാജാവ് തത്ര അവിടെ ആ കാട്ടിലെത്തിയപ്പോൾ ആശ്രമം അദ്രാക്ഷീത് ഒരു ആശ്രമം അദ്രാക്ഷീത് എന്നാൽ കണ്ടു എന്നർത്ഥം. അദ്ദേഹം അങ്ങനെ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു ആശ്രമം കണ്ടു. ഇനി ആശ്രമത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ദ്വിജവര്യ സുമേധസ് എന്ന ഋഷിവര്യന്റെ ആശ്രമമാണത് അദ്ദേഹം കണ്ടത്, സുമേധസ് എന്ന ഋഷിവര്യന്റെ. ഇനി അതിന്റെ പ്രത്യേകത പ്രശാന്ത ശ്വാപദ ആകീർണം. ശ്വാപദ എന്നാൽ കാട്ടുമൃഗങ്ങളെല്ലാം വളരെ പ്രശാന്തമായിട്ട്, അതായത് മൃഗങ്ങളൊന്നും ഒന്നിനെ കാട്ടിലെ നിയമം അവിടെ ഇല്ലാന്ന്, അതായത് ഒന്നിനെ പിടിച്ചു തിന്നുന്ന നിയമങ്ങളും ഉപദ്രവിക്കുന്നതൊന്നുമില്ല. ആ ആശ്രമ അന്തരീക്ഷത്തിലുള്ള കാട്ടുമൃഗങ്ങൾ പരസ്പരം വളരെ മിത്രഭാവത്തോടുകൂടി കഴിയുന്നതും മുനിശിഷ്യ ഉപശോഭിതം അനേകം മുനിമാരും ശിഷ്യന്മാരുള്ളതും അവരാൽ ഉപശോഭിതം എന്നാൽ ശോഭിക്കപ്പെട്ടതുമായ സുമേധസ് മഹർഷിയുടെ ആശ്രമമാണ് സുരഥ മഹാരാജാവ് കാട്ടിലെത്തിയപ്പോൾ കണ്ടത് എന്ന്. അപ്പോൾ രാജാവ് കാണുന്നത് ഒരു
ആ ആശ്രമത്തിൽ മുനിമാര്, ശിഷ്യന്മാർ അവരെല്ലാം ഇരുന്ന് നാമജപം, വേദപഠനം ഒക്കെ നടത്തും. അവരുടെ ആ മന്ത്രജപത്താൽ ശോഭിക്കപ്പെട്ട് നിൽക്കുന്നതും, കാട്ടുമൃഗങ്ങൾ പോലും കാട്ടിലെ നിയമമല്ല, അത്രയും സൗഹാർദ്ദത്തോടുകൂടി മിത്രഭാവത്തോടുകൂടി കഴിയുന്നതുമായ ആ ഋഷിവര്യനായ സുമേധസ് മഹർഷിയുടെ ആശ്രമമാണ് രാജാവ് കണ്ടത്. ശ്ലോകം 10. തസ്തൗ കംചിത് സകാലം ച മുനിനാ തേന സത്കൃതഃ ഇദഃ ച അദഃ ച ഇദശ്ചേദശ്ച വിചരൻ തസ്മിൻ മുനിവര ആശ്രമേ. അതായത് തേന മുനിന, അതായത് ആ മഹർഷിമാരാൽ, ആ സുമേധസ് രാജാവ്, സഹ എന്ന് വെച്ചാൽ ആ രാജാവ്, സത്കൃതഃ എന്ന് വെച്ചാൽ വേണ്ടവണ്ണം സത്കരിക്കപ്പെട്ടു. അപ്പൊ രാജാവിനെ ആ മഹർഷിമാരെല്ലാം വളരെ ആദരവോടുകൂടി സ്വീകരിച്ചു എന്നർത്ഥം. അങ്ങനെ സ്വീകരിക്കപ്പെട്ടിട്ടും ഇദഹാച്ച അദഹാച്ച, അതായത് ആ തസ്മിൻ എന്ന് വെച്ചാൽ അവിടെ എല്ലാം മുനിവര ആശ്രമേ, അതായത് ആ ആശ്രമത്തിൽ ഇദഹാച്ച തദഹാച്ച എന്ന് വെച്ചാൽ അവിടെയും ഇവിടെയുമായിട്ട് വിചരൻ, ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് സഹ ആ സുരഥ മഹാരാജാവ് അവിടെ അങ്ങനെ കഴിച്ചുകൂട്ടി താമസിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കിയെടുക്കണം. സുമേധസ് മഹർഷി എന്ന മഹർഷിയാൽ രാജാവിനെ വേണ്ട രീതിയിൽ തന്നെ സത്കരിച്ച് ആശ്രമത്തിലേക്ക് സ്വീകരിച്ചു. ആശ്രമത്തിന്റെ അന്തരീക്ഷമാണെങ്കിൽ ഇങ്ങനെ ധ്യാനവും ജപമന്ത്രങ്ങളും കൊണ്ട് നിറഞ്ഞ പാവനമായൊരു അന്തരീക്ഷം. കാട്ടുമൃഗങ്ങൾ പോലും അത്രയും മൈത്രീഭാവത്തോടു കൂടി കഴിയുന്ന അത്രയും പ്രശാന്ത സുന്ദരമായ ആ ആശ്രമത്തിലും പക്ഷേ രാജാവ് ഇദഹാച്ച തദഹാച്ച എന്ന് വെച്ചാൽ അർത്ഥം അവിടെയും ഇവിടെയുമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ആണ് ആ ആശ്രമത്തിൽ കുറേ കംചിത് കാലം എന്ന് വെച്ചാൽ കുറേ കാലം തസ്തൗ അവിടെ അങ്ങ് ആശ്രമത്തിൽ താമസിച്ചു എന്ന്. അപ്പോ സ്വസ്ഥതയില്ലാതെ താമസിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങി നടക്കുക എന്ന് വെച്ചാൽ ഒരു സമാധാനം രാജാവിന് കിട്ടണില്ല. ഇത്രയും നല്ല ആശ്രമാന്തരീക്ഷത്തിൽ വന്നിട്ടും സ്വസ്ഥതയില്ലാതെ കുറെ അവിടെയും കുറെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടാണ് രാജാവ് കഴിഞ്ഞു പോകുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ സ്വന്തം രാജ്യം, പ്രജകള്, കുടുംബം, അതുപോലെ സൈന്യം, ഖജനാവ് ഇവയൊക്കെ നോക്കി നടത്തിയിരുന്ന രാജാവിന് ഇതിൽ നിന്നും വിരക്തി വന്നിട്ടില്ല. ഇവയെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, കയ്യിൽ നിന്ന് പോയപ്പോൾ ആ നഷ്ടപ്പെട്ടതിൻ്റെ വേദന കൊണ്ട് എല്ലാം ഉപേക്ഷിച്ചു പോന്നതായിരുന്നു രാജാവ്. അല്ലാതെ രാജാവിന് വിരക്തി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും നല്ല പ്രശാന്തമായ ഒരു ആശ്രമാന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് പോലും രാജാവിൻ്റെ മനസ്സ് അപ്പോഴും പ്രജകളെയും കുടുംബത്തെയും രാജ്യത്തെയും ഭരണത്തെയും ഖജനാവിനെയും ഒക്കെ ഓർത്തിട്ടുള്ള ആവലാതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖം ആദിയായിരുന്നു രാജാവിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രാജാവ് അവിടെയും ഇവിടെയും ഇങ്ങനെ സ്വസ്ഥതയില്ലാതെ മനസ്സമാധാനമില്ലാതെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കാം. ആത്മീയത എന്ന് പറഞ്ഞാൽ, ആത്മീയമായ പാതയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടല്ല നമ്മൾ പോകേണ്ടത്. വേണ്ടാതാവലാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടത്, അല്ലാതെ ഉപേക്ഷിക്കലല്ല. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതിനെ, ഉള്ളിൽ ഇഷ്ടമുണ്ട്, അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ ആത്മീയമായി ഉയർച്ച വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നു. ഇഷ്ടമുള്ളതിനെ ഉപേക്ഷിക്കുക, അതാണ് പറയുന്നത്. പക്ഷെ അതൊരിക്കലും പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പോയാലും, അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ളതിനെ ഉപേക്ഷിച്ചു പോയാലും ആത്മീയമായ ലോകത്ത് നമുക്ക് സ്വസ്ഥത കിട്ടില്ല, മനസ്സമാധാനം, പൂർണ്ണമായ ശാന്തി മനസ്സിന് വരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം മനോമാലിന്യമാകുന്ന ചിന്തകൾ അപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ അതിനെ വേണ്ടാതാവുകയാണ് സംഭവിക്കേണ്ടത് എന്നാണ് പറയേണ്ടത്. അതായത് ലഡു കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തി
ഒരു 25 ലഡു ഒരുമിച്ച് കഴിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു വിരക്തി ഉണ്ടല്ലോ, അതായത് പിന്നീട് അത് കാണുമ്പോൾ ഒട്ടും കഴിക്കാൻ തോന്നാത്ത, അതിനോടുള്ള എല്ലാ ഇഷ്ടവും നഷ്ടപ്പെട്ട് അത് വേണ്ടാതാകുന്ന ഒരു അവസ്ഥ അയാൾക്ക് വരും. അതുപോലെ നമുക്ക് വേണ്ടാതാകുന്ന ഒരു അവസ്ഥ വരണം ഉള്ളില്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്, അല്ലാതെ ഉപേക്ഷിക്കലല്ല വേണ്ടത്. ഇവിടെ സുരത മഹാരാജാവ് ഇഷ്ടപ്പെട്ടതിനെയൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് ഉപേക്ഷിച്ചു പോന്നതാ. അതുകൊണ്ട് തന്നെ രാജാവിന് കാട്ടിലും ഇത്ര പ്രശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വന്നിരുന്നിട്ടും സ്വസ്ഥത കിട്ടിയില്ല. അതാണ് അവിടെയും ഇവിടെയുമായി ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ട് അദ്ദേഹം കുറേ കാലം ആ ആശ്രമത്തിൽ ജീവിച്ചു എന്ന് പറയുന്നത്. സഹ അചിന്തയത് തഥാ തത്ര മമത്വ ആകൃഷ്ടമാനസഃ മത്പൂർവൈഃ പാലിതം പൂർവം മയാ ഹീനം പുരം ഹി തത് മദ്ഭൃത്യൈഃ തൈഃ അസദ്വൃത്യൈഃ ധർമ്മദഃ പാല്യതേ ന വാ. സഹ അചിന്തയത് തഥാ തത്ര മമത്വ ആകൃഷ്ടമനസഃ. സഹ അതായത് ആ രാജാവ് അചിന്തയത് ആ സമയത്ത് ചിന്തിച്ചു എന്ന്. എന്താണ് ആശ്രമത്തിലിരുന്ന രാജാവ് ചിന്തിച്ചത്? ആ ചിന്തിക്കാനുണ്ടായ കാരണം എന്താണെന്നാണ് ആദ്യം പറയുന്നത്. തഥാ അപ്പോൾ, തത്ര അവിടെ, മമത്വ ആകൃഷ്ട മനസ്സഹ എന്ന് വെച്ചാൽ മമതയാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടെ സഹ അചിന്തയത് ആ രാജാവ് ഇപ്രകാരം ചിന്തിച്ചു എന്ന്. അപ്പൊ രാജാവിന്റെ ഉള്ളിൽ ആ ചിന്ത വരാനുള്ള കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. മമത്വ ആകൃഷ്ട മനസ്സഹ, മമതയാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടി ആണ് രാജാവ് അവിടെ ഇരുന്ന് ചിന്തിച്ചത് എന്ന്. അപ്പൊ ചിന്ത വരാനുള്ള കാരണം മമതയാണ്. മമത എന്ന് വെച്ചാൽ എൻ്റെ രാജ്യം, എൻ്റെ പ്രജകള്, എൻ്റെ സൈന്യം, എൻ്റെ ഖജനാവ്, എൻ്റെ കുടുംബം, ഞാൻ എന്ന നമ്മുടെ ആ അഹം, ആ ഭാവം, അതിൽ നിന്നുണ്ടാകുന്ന മമത, എൻ്റെ ആണ് അതെല്ലാം എന്ന ആ മമത, അതിൽ ആകർഷിക്കപ്പെട്ട, അതിൽ നിന്നു ആ മമതയുള്ള മനസ്സ്, അതാണ് മമത്വ ആകൃഷ്ട മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സാണ് രാജാവിനെ ഇപ്രകാരം ചിന്തിപ്പിച്ചത് എന്ന്. ഇനി രാജാവ് എന്താണ് ചിന്തിച്ചത് എന്നാണ് അടുത്തത് പറയുന്നത്. മത്പൂർവൈഹി പാലിതം പൂർവം മയാഹീനം പുരം ഹി തത്ത്. അതായത് പൂർവം, പണ്ട്, മത്പൂർവൈഹി എൻ്റെ പൂർവികന്മാരാൽ പാലിതം പരിപാലിക്കപ്പെട്ടു പോന്നിരുന്ന പുരം ഹി തത്ത് എൻ്റെ ആ രാജ്യം മയാഹീനം ഇന്ന് എൻ്റെ അഭാവമുള്ളതായി തീർന്നിരിക്കുന്നു. അതായത് ഞാൻ ആ രാജ്യത്ത് ഇപ്പൊ ഇല്ല, ആ രാജ്യത്തിന് എന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് ആ രാജ്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. പണ്ട് മുതലേ എൻ്റെ പൂർവികരാൽ പരിപാലിക്കപ്പെട്ടു പോന്നിരുന്ന ആ രാജ്യം ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ രാജ്യത്ത് ഇപ്പോൾ ഞാനില്ല. ഇനി മദ്ഭൃത്യൈഹി തൈഹി അസദ്വൃത്യൈഹി ധർമ്മദഃ പാല്യതേ ന വാ. അതായത് അസദ്വൃത്യൈഹി ദുർവൃത്തന്മാരായ മദ്ഭൃത്യൈഹി എൻ്റെ ഭൃത്യന്മാരാൽ തൈഹി എൻ്റെ രാജ്യം ധർമ്മദഃ ധർമ്മമനുസരിച്ച് പാല്യതേ ന വാ പരിപാലിക്കപ്പെടുന്നുണ്ടോ ആവോ എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇതൊക്കെയാണെന്ന്. ചിന്തയ്ക്ക് കാരണം മമതയാണ്, മനസ്സിലുള്ള മമത. ആ ചിന്തിച്ചത് ഇതാണ്, എൻ്റെ പൂർവികന്മാരാൽ പണ്ട് മുതലേ പാലിക്കപ്പെട്ടു പോന്നിരുന്ന, സംരക്ഷിച്ചു പോന്നിരുന്ന ആ രാജ്യത്ത് ഇപ്പൊ ഞാനില്ല, ആ രാജ്യത്ത് എൻ്റെ അഭാവമാണ്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഓർത്തിട്ടുള്ള ആദിയാണ് രാജാവിന്. ദുർവൃത്തന്മാരായ എൻ്റെ ഭൃത്യന്മാരാൽ, അതായത് രാജാവിനെ വഞ്ചിച്ച ആ മന്ത്രിമാരുണ്ടല്ലോ, ആ ഭൃത്യന്മാരാൽ എൻ്റെ രാജ്യം ഇപ്പോൾ ധർമ്മമനുസരിച്ച് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, പരിപാലിക്കപ്പെടുന്നുണ്ടോ ആവോ. ഇതൊക്കെയാണ് രാജാവ് അവിടെ ചിന്തിച്ചിരുന്നത്. ഇനിയുമുണ്ട് അടുത്ത ശ്ലോകങ്ങളിലായിട്ട്. ന ജാനേ സ പ്രധാനഃ മേ ശൂരഹസ്തി സദാ മദഃ മമ വൈരിവശം യാതഃ കാൻ ഭോഗാൻ ഉപലപ്സ്യതേ. അതായത് സപ്രധാനെ എനിക്ക് എൻ്റെ ഏറ്റവും ശൂരനും പ്രധാനപ്പെട്ടതും സദാ മദഃ എപ്പോഴും മതമുള്ളവനുമായ മേ ശൂരഹസ്തി എൻ്റെ ആ ആനയുടെ
ആനയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആന. ആ ആന ശൂരനും സദാ മതമുള്ളവനുമാണ്. ആ ആന ഇപ്പോൾ മമ എൻ്റെ വൈരിവശം യാത, വൈരി ശത്രുക്കളുടെ കയ്യിൽ, വശം യാതഹ അകപ്പെട്ടിട്ട്, കാൻ ഭോഗാൻ ഉപലപ്സ്യതേ എന്തൊക്കെ സുഖഭോഗങ്ങളെ അനുഭവിക്കുന്നുവോ, ന ജാനേ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടത്, എപ്പോഴും മതമുള്ള അത്രയും ശൂരനായിട്ടുള്ള ആന. ആ ആന ഇപ്പോ ശത്രുക്കളാണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുന്നത്. അവരെ ഈ രാജാവ് ആനയെ നോക്കിയതുപോലെ, സംരക്ഷിച്ചതുപോലെ അവനെ വേണ്ട വിധത്തിൽ അവർ സംരക്ഷിക്കുന്നുണ്ടോ? ന ജാനേ എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവരെ കുറിച്ചൊക്കെ ഓർത്തിട്ടുള്ള ആദ്യമാണ് സുരഥ മഹാരാജാവ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. യേ മമ അനുഗത നിത്യം പ്രസാദ ധന ഭോജനൈഹി അനുവൃത്തിം ധ്രുവം തേ അദ്യ കുർവന്തി അന്യ മഹീഭുജാം. യേ ആരാണോ മമ അനുഗത എന്റെയൊപ്പം നിന്ന എൻ്റെ സേവകർ, നിത്യം എപ്പോഴും, പ്രസാദ ധന ഭോജനൈഹി പ്രസാദം പദവിക്കും, ധനം പണം, ഭോജനം ആഹാരത്തിനും. അപ്പൊ പണത്തിനും പദവിക്കും ആഹാരത്തിനും വേണ്ടി എന്റെയൊപ്പം സദാ എപ്പോഴും നിന്നിരുന്ന എൻ്റെ സേവകർ ആരാണോ അവർ ഇപ്പോൾ, തേ അദ്യഹ അവർ ഇന്ന്, ധ്രുവം തീർച്ചയായും, അന്യമഹീഭുജാം മറ്റു രാജാക്കന്മാരുടെ അനുവൃത്തിയും കുറുവന്തി സേവകരായി പണിയെടുക്കുന്നുണ്ടാകും എന്നൊക്കെയാ രാജാവ് ചിന്തിക്കുന്നത്. പണത്തിനും പദവിക്കും അതുപോലെ ഭക്ഷണത്തിനുമായി എൻ്റെയൊപ്പം ഞാൻ പറയുന്നത് കേട്ട് എന്നെ സേവിച്ചു കഴിഞ്ഞിരുന്ന എൻ്റെ സേവകർ, എൻ്റെ ഭൃത്യന്മാർ ഇപ്പോൾ മറ്റു രാജാക്കന്മാരെ, രാജാവിനെ പുറത്താക്കി ഇപ്പോൾ അവിടെ ആരാണോ ഭരിക്കുന്നത് ആ രാജാക്കന്മാരുടെ ഭൃത്യരായിട്ട് അവരെ സേവിച്ച് നടക്കുന്നുണ്ടാകില്ലേ എന്നൊക്കെ സുരഥ രാജാവ് ചിന്തിക്കുകയാണ്. 15 അസമ്യക് വ്യയശീലൈഹി തൈഹി കുർവദ്ഭിഹി സതതം വ്യയം സഞ്ചിതഃ സഹ അതിദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി. അപ്പോൾ ഇനി പറയുന്നത് രാജാവിൻ്റെ ചിന്തകളാണല്ലോ. അസമ്യക് ചിന്തിക്കാതെ, വ്യയശീലൈഹി പണം ചെലവഴിക്കുന്ന ശീലമുള്ള, തൈഹി എൻ്റെ ഭൃത്യന്മാർ, സതതം വ്യയം എല്ലായ്പ്പോഴും വേണ്ടതിനും വേണ്ടാത്തതിനും പണം ചെലവാക്കുന്നുണ്ടാകുമോ? കുർവദ്ഭിഹി എന്ന് വെച്ചാൽ അത് ചെയ്യുന്നുണ്ടാകുമോ? അപ്പൊ അതിൽ ദുഃഖം തോന്നാൻ കാരണം, സഞ്ചിതഃ സഹ അതിദുഃഖേന, സഞ്ചിതഃ സമ്പാദിച്ചു, സഹ അതിദുഃഖേന ഞാൻ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച, അതിദുഃഖം വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച, കോശഃ എൻ്റെ ഖജനാവ് ഇന്ന്, ക്ഷയം ഗമിഷ്യതി ആ ധൂർത്തന്മാരാൽ ക്ഷയിച്ചു പോയിട്ടുണ്ടാകുമോ? ഇതൊക്കെയാണ് രാജാവ് ചിന്തിക്കുന്നത്. ആദ്യം എൻ്റെ ആന, എൻ്റെ രാജ്യം, എൻ്റെ പ്രജകള്, ശൂരനായി ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ആന ഇപ്പൊ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അതുപോലെ എൻ്റെ കൂടെ എന്നെ സേവിച്ച് നടന്നിരുന്ന എൻ്റെ ഭൃത്യന്മാർ ഇപ്പൊ മറ്റു രാജാക്കന്മാരുടെ ഭൃത്യന്മാരായിട്ട് സേവകരായിട്ട് ഇരിക്കുന്നുണ്ടാകില്ലേ? അതുപോലെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച്, ധാർമ്മികമായ രീതിയിൽ സമ്പാദിച്ചു കൊണ്ടുവന്ന ആ ഖജനാവ് ഇന്ന് ചിന്തിക്കാതെ പണം ചെലവഴിക്കുന്ന എൻ്റെ ഭൃത്യന്മാർ, കാരണം അവർ കഷ്ടപ്പെട്ടിട്ടില്ല, രാജാവാണ് എല്ലാം ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് ആ ഖജനാവ് നല്ല രീതിയിൽ അതിനെ സമ്പന്നമാക്കിയത്. ഇന്ന് അത് ചെലവാക്കാൻ അറിയാത്ത എൻ്റെ ഭൃത്യന്മാരാൽ അത് ദൂർത്തടിച്ച് ചെലവാക്കിയിട്ടുണ്ടാകുമോ? എൻ്റെ ഖജനാവ് ഇപ്പോൾ ക്ഷയിച്ചു പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ സുരഥ മഹാരാജാവ് ആ സുമേധസ് മഹർഷിയുടെ ആശ്രമ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് സ്വസ്ഥതയില്ലാതെ അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇത്രയും ഭാഗത്തൂടെ ഇന്നത്തെ നമ്മുടെ സത്സംഗം തീരുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ.